ക്രിസ്തുമസ് ക്രൈസ്തവർ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന ക്രിസ്തുമസിലേക്കുള്ള ഡിസംബർ മാസത്തിലേക്ക് നാം കടന്നു. ഈ ഡിസംബർ മാസം വളരെ ചെറിയ ചിന്തകളിലൂടെ ഒന്ന് കടന്നു പോകാമെന്ന് കരുതി. മനസ്സിൻ്റെ ഭിത്തിയുടെ കോണുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കടന്നു പോകുന്ന എൻ്റെ മനസ്സിനെ സ്പർശിച്ച ചില ചിതറിയ ചിന്തകളിലൂടെ, ആ ചിന്തകളിൽ ഒരു കാര്യം എൻ്റെ മനസ്സിനെ ഓർമ്മപ്പെടുത്തി. നമുക്കറിയാം, ഈശോയുടെ ജനനത്തിന് നിരവധി പ്രവചനങ്ങളുണ്ട്. ജനനത്തെക്കുറിച്ച് മാത്രമല്ല, ഈശോയുടെ മരണത്തെക്കുറിച്ചും ഉദ്ധാനത്തെക്കുറിച്ചും പ്രവചനങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ഈശോ ജനിച്ചത് ജീവിക്കാൻ വേണ്ടി മാത്രമല്ല, മരിക്കാനും വേണ്ടിയല്ല, ഉയിർക്കാനും വേണ്ടി കൂടിയാണ്. പക്ഷേ ഇന്ന് മനുഷ്യരെ ആരും ഉയിർക്കാൻ വേണ്ടിയാണ് നാം ജീവിക്കേണ്ടതെന്ന് ആരും പഠിപ്പിക്കുന്നില്ല. എന്നാൽ ഈശോയുടെ ജനനം, ക്രിസ്തുമസ്, അതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഇവിടെ എല്ലാവരും ജനിച്ച് മരിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. എന്നാൽ ക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം, ഈശോയെ പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ചത് മാനവർക്ക് വേണ്ടി ജീവിക്കാനും മാനവർക്ക് വേണ്ടി കുരിശിൽ മരിക്കാനും മാനവർക്ക് വേണ്ടി മൂന്നാം ദിനം ഉദ്ധാനം ചെയ്യാനും വേണ്ടിയാണ് പുൽക്കൂട്ടിൽ ഈശോ ജനിച്ചത്. ഈ ഡിസംബർ മാസത്തിൽ കടന്നു വരുന്ന ദിവസങ്ങളിലൂടെ എൻ്റെ മനസ്സിൻ്റെ കോണുകളിൽ തട്ടി കടന്നുപോയ ചില ചിതറിയ ചിന്തകളിലൂടെ ഞാൻ കടന്നു പോകുന്നു. സാധിക്കുന്നവർ എല്ലാവരും എല്ലാ ദിവസവും കാണാൻ മറക്കരുതേ. ഇന്ന് ഡിസംബർ 2. നാളെ വീണ്ടും കാണാം. നന്ദി.